जय राधा माधवा जय कुंज बिहारी। जय राधा माधवा जय कुंज बिहारी। जय गोपीजन वल्लभा जय गिरिवरधारी। जय यशोदनन्दना व्रज जनरञ्जना यशोदनन्दना व्रज जनरञ्जना यमुनतीरा वनचारि यमुनतीरा वनचारि। जय राधा माधवा जय कुंज बिहारी। हरे कृष्णा कृष्ण कृष्णा हरे 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 रामा राम रामा हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 रामा राम रामा हरे हरे। जय राधा माधव प्यारे। जय राधा श्याम सुंदर राधा श्याम सुंदर राधे। जय जय प्रभुपा जय जय प्रभुपा जय जय गुरुदेव जय जय गुरुदेव। नित्य गौर हरि बोल नित्य गौर हरि बोल नित्य गौर हरि बोल नित्य गौर हरि बोल। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरो वैष्णवांश श्रीरूपं साग्रजातं सहगण रघुनाथानिधं तं सजीवं साद्वैतं सावधूतं परिजन सहितं कृष्ण चैतन्यदेवं श्रीराधाकृष्ण पादान् सहगण ललितान् श्री विशाखान्वितां च। हे कृष्णा करुणा सिन्धो दीनबन्धो जगल्पदे गोपेश गोपिका कान्ता राधा कान्ता नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रेम। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्णा कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयम् उदीरयेत्। नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया
ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്ലാസ് കേൾക്കാം. ഒത്തിരി നമ്മളെ എന്താ പറയണ്ടേ, ആധികാരികമായിട്ടൊന്നും ഇല്ലെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ഭക്തിയെ കുറിച്ചൊരു ക്ലാസ് കേൾക്കാം. എന്താണ് ഭക്തി എന്നുള്ളത്? എന്താ പറയണ്ടേ, എല്ലാവർക്കും അറിയാം എന്താ ഭക്തി എന്നുള്ളത്. അറിയാമോ? അറിയില്ല. എന്തെന്ന് പറഞ്ഞാല് ഭക്തി എന്ന് പറയുന്നത് സമർപ്പണമാണ്. ഒരുപാട് പ്രാവശ്യം പ്രഭു നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി. എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ അതിനെക്കുറിച്ച് പറയുകയാണ്. ഭക്തി എന്ന് പറയുന്നത് സമർപ്പണമായിരിക്കും. അർജുനൻ ഭഗവാന് സമർപ്പിതനായി കഴിഞ്ഞപ്പോഴാണ് വിശ്വരൂപ ദർശനം ഉണ്ടായത്, അല്ലെ? എല്ലാം അടിയറ വെച്ച് കഴിഞ്ഞപ്പോഴാണ് നേർവഴി ഭഗവാൻ പറഞ്ഞു കൊടുത്തത്, അല്ലെ? നമുക്ക് ഭഗവത്ഗീതയിൽ കൂടെ എല്ലാം അത് നമുക്ക് മനസ്സിലാകും. ഭഗവത്ഗീത ശരിക്കും പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഭാഗവതം എടുത്ത് നോക്കിയാലും മുഴുവൻ ഭക്തന്മാരുടെ കഥകളാണ്. അതിനായിട്ട് പ്രധാനപ്പെട്ട ഒരുപാടുണ്ട്. എങ്കിൽ പോലും അംബരീഷ മഹാരാജാവ്, പിന്നെ പൃഥു ചക്രവർത്തി, പിന്നെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് പ്രഹ്ലാദനെ കുറിച്ചാണ്. പ്രഹ്ലാദ് മഹാരാജിനെ കുറിച്ച്. പ്രഹ്ലാദ് മഹാരാജിനെ എന്താ പറയണ്ടേ, ഭഗവാനെ തന്റെ ഭക്തനെ ദ്രോഹിക്കുന്നു, അല്ലെ ഭക്തനെ ഉപദ്രവിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഘോര രൂപം കൈക്കൊള്ളും എന്നുള്ളത്. ഭഗവാൻ ശാന്തരൂപനാണ്, ഗുണങ്ങൾക്ക് അതീതനാണ്. എന്നിൽ പോലും അവിടെ നമുക്ക് ഭഗവാന്റെ ഒരു ഘോര രൂപം കാണാൻ സാധിച്ചു. ആ ഘോര രൂപം അങ്ങനെ വരാൻ, അങ്ങനെ വന്നിട്ട് ആ ഘോര രൂപത്തെ അടക്കാൻ ലക്ഷ്മി ദേവിക്ക് പോലും സാധിച്ചില്ല. ലക്ഷ്മി ദേവിക്ക് പോലും സാധിക്കാത്തത് അവിടെ ഭക്തൻ പറഞ്ഞപ്പോ ശാന്തനായിരുന്ന. അപ്പം ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആ ഒരു അടുപ്പ് എന്താണെന്ന് ആ ഒരൊറ്റ പ്രഹ്ലാദ് മഹാരാജിന്റെ കഥ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുപോലെ തന്നെ ധ്രുവ മഹാരാജ്, 5 വയസ്സുള്ള ധ്രുവൻ പോയി എത്ര എന്താ പറയണ്ടേ, ഉണങ്ങിയ ഇല വരെ കഴിച്ചുകൊണ്ട്, വായു ഭക്ഷിച്ചുകൊണ്ട് തപസ് ചെയ്തു ഭഗവാൻ. നമുക്കതൊന്നും വേണ്ട ഈ കലികാലത്ത്. നമുക്ക് നാമം ജപിച്ചാൽ മതി. പക്ഷെ ആ നാമം ജപിക്കാൻ നമുക്ക് മടിയാണ്. കാര്യം ആദ്യമൊക്കെ ഇതിൽ വന്ന സമയത്ത് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഒരു 2 മാല അല്ലെ 3 മാല ഒക്കെ ജപിക്കുമ്പോഴത്തേക്ക് നമുക്ക് ജപിക്കാൻ അങ്ങോട്ടൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങോട്ട് പിന്നാട്ടെ എന്നുള്ള ചിന്തയെ നമ്മൾ. പക്ഷെ അങ്ങനെയല്ല. നമ്മള് രാവിലെ തന്നെ ആ മാല ജപിക്കുമ്പോ തന്നെ നമുക്ക് ഒരുപാട് മാനസികമായിട്ടും നമ്മുടെ ആത്മീയമായിട്ട് ഉയരാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഭഗവത്ഗീതയിലെ ഭഗവാന് അർജുനൻ വിഷാദ രീതിയിൽ എന്താ ഈ യുദ്ധം ചെയ്യുമ്പോ ഈ ബന്ധുക്കളോട് യുദ്ധം ചെയ്യണം എന്നുള്ള ആ ഒരു നമുക്കും ഉണ്ട്. നമ്മുടെ ജീവിതത്തിലും പല നമ്മളെല്ലാം ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പിന്നെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതമാകുന്ന യുദ്ധക്കളം, അല്ലെ? അവിടെ നമുക്ക് പല വിഷയങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് എന്താ അറിയോ, അർജുനനല്ലേ യുദ്ധക്കളത്തിൽ ചെയ്യുന്നത്, നമ്മളല്ലല്ലോ എന്നാണ് നമ്മുടെ ഒരു ചിന്ത. പക്ഷെ അർജുനനെ പോലെയാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഭഗവാന് സറണ്ടർ ആയി കഴിഞ്ഞപ്പോഴാണ് അതിന് ഭഗവാൻ പറഞ്ഞ എന്തെന്നറിയോ, നീ എനിക്ക് സർവ്വതും സമർപ്പിക്കൂ. അധ്യായം 9 27-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. യത്കരോഷി യദസ്നാസി യജ്ജുഘോഷി ദദാസിയാത് യത് തപസ്യസ കൗന്ദേയ മത്പുരുഷവതന്വ. അതായത് നീ എന്ത് നിവേദിക്കുന്നുവോ, നീ എന്താണോ ഭക്ഷിക്കുന്നത്, അതും നീ എന്ത് നിവേദിക്കുന്നു, നിന്റെ തപസ് എല്ലാം നീ എനിക്ക് സമർപ്പിക്കും. അപ്പോൾ നിനക്ക് ആ കർമ്മഫലം ഉണ്ടാകത്തില്ല. എങ്ങനെ? നിനക്ക് എന്താണ് നേർവഴി എന്നുള്ളത് ഞാൻ ചെയ്തു തരാം, അല്ലെങ്കിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും എന്ന്. നമ്മള് ഭക്തി എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ,
നമ്മൾ കണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുക, അമ്പലത്തിൽ പോവുക, കുളിക്കുക, കുളിച്ച് നാളെ അമ്പലത്തിൽ പോവുക, ചന്ദനം തൊട്ടുമ്പോഴത്തേക്കിനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് തോന്നിയാസമാണ്. അതാണ് നമ്മൾ ഭക്തിയിൽ കണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, ഓരോ നിമിഷവും നമ്മൾ ഭഗവാനെ ഓർക്കണമെന്നുള്ളതാണ്. അതിന് നാരദ മഹർഷിയുടെ ഉദാഹരണമുണ്ട്. നാരദ മഹർഷി ജന്മത്തിലെ ശൂദ്ര സ്ത്രീയുടെ മകനായി അങ്ങനെ ആ അമ്മയുടെ കൂടെ ജീവിക്കുന്ന സമയത്താണ് സന്യാസിമാരെ സേവിക്കാനും അവരുടെ ഉച്ഛിഷ്ടം കഴിക്കാനും അവര് പറഞ്ഞതൊക്കെ കേൾക്കാനും ഒക്കെ കഴിഞ്ഞത്. അവിടെ നിന്നുകൊണ്ട് പിന്നെ എന്താണ് നാരദ മഹർഷി പറഞ്ഞതെന്നറിയാമോ ഭഗവാനോട്? എനിക്ക് എന്നും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി ചൊല്ലി ഇങ്ങനെ നടക്കണം. അതിൽ കവിഞ്ഞ ഒരു സന്തോഷമേ ഇല്ല. ഓരോ നിമിഷവും നമ്മള് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുമ്പോൾ എന്താ പറയണ്ടേ, നമ്മൾ ആത്മീയമായി വരുന്നത് ഭഗവാന്റെ സാന്നിധ്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഭഗവാന് സമർപ്പിതനാണ്. ഭാര്യ ഭർത്താവിന് സമർപ്പിതയാണ്. ഈ ഭർത്താവിന് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. ഭർത്താവിന് വേണ്ടുന്ന എന്താ പറയണ്ടേ, നമ്മുടെ ഇഷ്ടം ത്യജിക്കും. അങ്ങനെയാണ് ഒരു ഭാര്യ. തീർച്ചയായിട്ടും ഭർത്താവിന് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കി വെക്കും. ഇത് കൊടുത്താൽ അദ്ദേഹത്തിന് തൃപ്തി, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ നമ്മൾ. അതേ ഭാവം നമുക്ക് ഭഗവാനോടും വേണം. കാര്യം നമ്മളുടെ പിതാവ്, പരംപിതാവ് ഭഗവാനാണ്. ആ ഭഗവാന് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ സമർപ്പണ ഭക്തിയാവൂ. സമർപ്പണ ഭക്തി എപ്പോ ഉണ്ടാകുന്നു അപ്പോഴേ ആത്മീയമായി ഉയരാൻ സാധിക്കത്തുള്ളൂ. അതിനെ ധ്രുവ മഹാരാജാവ്, അംബരീഷ മഹാരാജാവിന്റെ നമ്മളെ എല്ലാരും ഏകാദശി എടുക്കുന്നവരാ. ചൊവ്വാഴ്ച ഏകാദശിയാണ്. ഏകാദശി എന്ന് പറയുന്ന ഏകാദശി വ്രതം കൃത്യമായി അനുഷ്ഠിക്കുന്ന ഒരാളായിരുന്നു അംബരീഷ മഹാരാജാവ്. അംബരീഷ മഹാരാജാവിന് വന്ന് ദുർവാസാവ് ഇന്ദ്രന്റെ ആജ്ഞപ്രകാരം ഇന്ദ്രൻ പറഞ്ഞു, അയ്യോ ഈ ഭൂമിയിൽ ആരെങ്കിലും ആത്മീയമായി ഇരുന്ന് നിൽക്കുമ്പം ഇന്ദ്രൻ അവിടെ ഇരിക്കപ്പെടുന്നത് കാണുന്നില്ല. എന്താ സംഭവം? ദേവലോകം അടിച്ചെടുക്കും എന്നുള്ളൊരു ഭയം. അങ്ങനെ വന്നപ്പോ ഇന്ദ്രൻ പറഞ്ഞു വിട്ടു ദുർവാസാവ് മഹർഷിയെ ചെന്ന് പിന്നെ പാരണ വീടുന്ന സമയത്ത് അവിടെ ചെന്നത് മുടക്കിയും വെച്ച് വരാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ദുർവാസാവ് ശിവഭക്തനാണ്, ശിവാംശമാണ്. അവിടുന്ന് ദുർവാസാവ് മഹർഷി കേട്ടതും എന്തോ വീണ്ടും വിചാരങ്ങളൊന്നും നോക്കാതെ എന്താണ് ഞാൻ പ്രവർത്തിക്കാൻ പോണെന്നൊന്നും ചിന്തിക്കാതെ നേരെ ഇങ്ങ് വന്നിട്ട് എന്ത് ചെയ്തു? പോയി ഞാനേ സ്നാനം കഴിഞ്ഞിട്ട് വരാം. അപ്പൊ അംബരീഷ മഹാരാജന് ഭയങ്കര സന്തോഷമായി. കാര്യം ശിവാംശജനാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അന്നം കൊടുത്തുകൊണ്ട് അല്ലെ അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് തന്നെ ഭരണ വീടാം എന്നുള്ളതിൽ സന്തോഷിച്ചിരിക്കുമ്പോഴാണ്, അത് ശുദ്ധഭക്തൻ അങ്ങനെയാണ്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ദുർവാസാവ് മഹർഷി ആ സമയം കഴിഞ്ഞു, അതിന്റെ സമയം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിന് ഇവിടെ അംബരീഷ മഹാരാജാവ് സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു. കാര്യം ആ വ്രതം അല്ലെങ്കിൽ അതിന് ഭംഗം വരും, അതുകൊണ്ട് അത് സമർപ്പിച്ചു. ആ രോഷത്തിൽ എന്താണ്, എടുത്തടിച്ചു. അടിച്ചപ്പോ എന്താ സംഭവിച്ചേ? അതിൽ നിന്ന് കൃത്യ ഉണ്ടായി, ഒരു ദുഷ്ടരൂപം ഉണ്ടായി. ആ രൂപം വന്നിട്ട് നേരെ എന്താ ചെയ്തേ? അംബരീഷ മഹാരാജാവിന് നേരെ അംബരീഷ മഹാരാജാവിനെ ഭസ്മമാക്കാൻ വേണ്ടി മുന്നോട്ട് പോകും. ആ സമയത്ത് അംബരീഷ മഹാരാജാവ് പോലും അറിഞ്ഞില്ല നെറ്റിത്തടത്തുനിന്ന് തൃച്ചക്രം പോയിട്ട്. അറിഞ്ഞതേ ഇല്ല. നേരെ ചെന്ന് കൃത്യയുടെ കണ്ടം മുറിച്ചിട്ട് നേരെ പിന്നെ ദുർവാസാവ് മഹർഷിയുടെ പുറകിന് പോവുകയാണ്. ദുർവാസാവ് മഹർഷിയോ ഓട്ടം. എന്നാലോചിച്ച് നിങ്ങൾ ആ ഒരു ഭാഗം ഒന്ന് ചിന്തിച്ച് ഓടിയിട്ട് എന്താ ആദ്യമേ ചെന്ന് ഇന്ദ്രന്റെ അടുക്കൽ. ഇന്ദ്രൻ എന്ത് പറഞ്ഞെന്നറിയാമോ? എനിക്ക് പറ്റത്തില്ല, എന്നെയും കൊണ്ട് യാതൊന്നും. ഇന്ദ്രൻ അവിടെ നിന്ന് ഇണക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, ബാക്കിയൊന്നും അറിയത്തില്ല. അവിടുന്ന് എന്ത് ചെയ്തു? നേരെ പിന്നെ ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, എന്നെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടാണ്, എനിക്കിതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് നേരെ മഹാദേവന്റെ അടുക്ക പോയി. മഹാദേവന്റെ അംശമാണ്. മഹാദേവനോട് ചെന്ന് പറഞ്ഞപ്പം മഹാദേവൻ പറഞ്ഞത്, എനിക്ക് സാധിക്കില്ല. അതിനെ പാലാഴിയിൽ ചെന്ന് നമുക്ക് ഭഗവാനെ കാണാം, ഭഗവാന്റെ അടുക്കലോട്ട് നേരെ വിട്ടോളം പറഞ്ഞു. ഭഗവാന്റെ അടുക്ക ചെന്നപ്പോ ഭഗവാൻ പറഞ്ഞ എന്താ? എനിക്ക് സാധിക്കില്ല, എന്റെ ഭക്തന് മാത്രമേ സാധിക്കൂ.
അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുക. അവിടെ ചെന്നിട്ട് പിന്നെ തിരിച്ച് അംബരീഷ മഹാരാജാവിന്റെ അടുത്ത് വന്നിട്ട് കാൽക്കൽ വീഴുകയാണ്. അപ്പൊ അംബരീഷ മഹാരാജാവ് പറഞ്ഞ എന്താണ്? എന്നിൽ നിന്ന് വന്ന ഭഗവാനെ അങ്ങ് എന്നിൽ തന്നെ അങ്ങ് അടങ്ങണമേ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമ്മളെ പിന്നെ ഭർത്താവ്, ഭാര്യ, കുടുംബം എല്ലാവർക്കും വേണ്ടി സമർപ്പണം ചെയ്ത് നമ്മൾ ജീവിക്കുക. പക്ഷെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ എല്ലാത്തിനും ഓടാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും നമുക്ക് എനർജി ഉള്ളത് കൊണ്ടാണ് അവർ നമ്മളോടൊപ്പം, അല്ലെ? പക്ഷെങ്കിൽ നമ്മുടെ കാലൊന്ന് ഉതച്ചു, അല്ലെ നമ്മളൊന്ന് വീണു, നമുക്ക് നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോ നമുക്ക് ആ ഒരു ബന്ധുക്കളും ആരും കാണില്ല. അവിടെ നമുക്ക് ഈ അച്യുതസ്വാമി തന്നെ കാണുന്നു, ചുതിയില്ലാത്തവനെ കാണത്തുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഭഗവാനെ ജപിക്കണം. ജപിച്ച് ഭഗവാനിലേക്ക് അടുക്കണം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 60 വയസ്സ് കഴിഞ്ഞ് ഭക്തി പോരെ എന്ന് ചോദിക്കുന്നു. ഈ ചോദിക്കുന്നവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, 60 വയസ്സ് വരെ എനിക്ക് ഗ്യാരണ്ടി ഉണ്ടോ? നമുക്ക് ചോദിക്കേണ്ട ചോദ്യം അതാണ് അവരോട്. നമുക്ക് ഗ്യാരണ്ടി ഇല്ല ഈ അടുത്ത നിമിഷത്തെ കുറിച്ച്. ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞു വെച്ച് ഞാൻ ഇവിടുന്ന് എഴുന്നേക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളിടത്ത് നമുക്ക് നമ്മുടെ ആത്മാവിന്റെ കൂടെ വരുന്ന ഭഗവാൻ മാത്രമാണ്. ആ ഭഗവാനെ നമ്മൾ മുറുക്കി പിടിക്കുക. അംബരീഷ മഹാരാജാവിനെ പോലെ, പ്രഹ്ലാദ് മഹാരാജിനെ പോലെ. പിന്നെന്താണ്? പിന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളത് എന്താ, മഹാബലി ചക്രവർത്തി. നമ്മളെല്ലാവരും പറഞ്ഞ മഹാബലി ചക്രവർത്തിയെ ചവിട്ടി താഴ്ത്തി എന്നൊക്കെയാണ് പറയുന്നത്, അല്ലെ? കാലുകൊണ്ട് അനുഗ്രഹം വാങ്ങിയതാണ്, ഭഗവാന്റെ തൃപ്പാദം കൊണ്ട് അനുഗ്രഹം വാങ്ങിച്ച ഒരു ഭക്തനാണ് പിന്നെ മഹാബലി ചക്രവർത്തി. അവിടെ ഭഗവാനാണ് മഹാബലി ചക്രവർത്തിക്ക് കാവല് നിൽക്കുന്നത്. അതിനകത്ത് ഒരു പ്രധാന കാര്യം മഹാബലി ചക്രവർത്തിയുടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു ഭക്തൻ എങ്ങനെയൊക്കെ ദീക്ഷ എടുത്താലും എന്ത് ഇതിലേക്കൊക്കെ പോയാലും ഞാനെന്ന ഭാവം എപ്പോ വരുന്നോ അപ്പൊ താഴും. നമ്മളെ ഏണിയും പാമ്പും കളി പോലെ അപ്പോഴത്തേക്കിന് താഴെ ഇങ്ങെത്തും. പിന്നെ പിടിച്ചു കയറണം. നമ്മള് ഒന്ന് ആലോചിക്കണം. നമുക്ക് ഈഗോ എപ്പോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നോ അപ്പൊ ഭക്തി പോകും. നമ്മൾ ചില പ്രഭുപാദരുടെ പുസ്തകത്തില് അതില് എഴുതിയിട്ടുണ്ട്, ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയോ? എനിക്ക് എന്റെ 10,000 ശിഷ്യരിൽ ഒരാളായിരിക്കും എന്റെ പാത പിന്തുടരല്ലേ എന്തിലേക്ക് ഭഗവാനിലേക്ക് വരുന്നത് എന്ന് പറയുന്നുണ്ട്. എന്താ കാര്യം? ദീക്ഷ എടുത്തത് കൊണ്ട് മാത്രമായില്ല, നമ്മളിൽ ഞാനെന്ന ഭാവം അപ്പോഴത്തേക്കും നമ്മൾ ഒന്നുകൂടെ കുനിയണം. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെയുള്ളൊരു ഇച്ചിരി അഹങ്കാരം വന്നൊരാളായിരുന്നു മഹാബലി ചക്രവർത്തി. എല്ലാം അടക്കി, പിന്നെ സ്വർഗവും അടക്കി, സർവത്ര അങ്ങനെ ഞാൻ വലിയവനാണെന്നുള്ള ഭക്തനാണ്. പക്ഷെങ്കിൽ ആ രീതിയിലേക്ക് വന്നപ്പോ ഭഗവാൻ എന്ത് ചെയ്യും? ആ ഭക്തന്റെ കൊമ്പൊടിക്കാൻ ഏതെങ്കിലും രീതിയിലെത്തും. കാര്യം അത് അവരോടുള്ള രോഷമല്ല, അവരോടുള്ള കാരുണ്യം കൊണ്ടാണ്. ഭഗവാനോളം ഭക്തവാത്സല്യം മറ്റൊരുവർക്കും ഇല്ല. അവിടെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ വാമനമൂർത്തിയായിട്ട് വന്നു. അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു? എനിക്ക് 3 അടി പ്രദേശം വേണമെന്ന് പറഞ്ഞു. ആ കൊച്ചു കുഞ്ഞല്ലേ, തീരെ എന്താ നീളം കുറഞ്ഞൊരാളല്ലേ, അപ്പൊ എത്ര 3 അടി പ്രദേശം ഈ കാലുകൊണ്ട് അളന്ന എന്ത് കിട്ടാനാ എന്ന് മഹാബലി ചക്രവർത്തി വിചാരിച്ചു. അവിടെ തടസ്സം ഉണ്ടാക്കാൻ ഒരാൾ വന്നു. അപ്പൊ നമുക്കും ഇതുണ്ട്. ആ തടസ്സം ഉണ്ടാക്കാൻ വന്ന ആളാരാ? ശുക്രാചാര്യൻ. നമുക്കും ഉണ്ട് ഇങ്ങനെ ചില ശുക്രാചാര്യന്മാർ. ഭക്തിയിലേക്ക് നമ്മളൊന്ന് കയറാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കാലെ പിടിച്ച് വലിക്കുന്ന ചില ശുക്രാചാര്യന്മാരെ നമുക്ക് ചുറ്റും. ഈ പറയുന്ന ശുക്രാചാര്യന്മാരും കംസന്മാരും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ചുറ്റിനും. അത് അവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ മനസ്സിലാവും. എന്നിട്ട് ആ കാലെ പിടിച്ച് വലിക്കുന്നത് തള്ളിക്കളഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു നമ്മളൊരു കടലിലാണ് കിടക്കുന്നത് ചിന്തി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതൊരു സമുദ്രമാണ്. അപ്പൊ നമ്മളത് പറയും സംസാര സമുദ്രം.
എങ്കിലും ഇതൊരു സമുദ്രമാണ്. നിങ്ങൾ ഇടയ്ക്കൊന്ന് ഭാവന ചെയ്യും. ബാക്കിയെല്ലാം നമ്മൾ ഭാവന ചെയ്യും, ഇതൊന്നും നമ്മൾ ഭാവന ചെയ്തില്ല. സമുദ്രത്തിൽ നമ്മൾ കിടക്കുമ്പോൾ ഇവിടെ തിമിംഗലമുണ്ട്, സ്രാവുണ്ട്, സർവമാന ക്രൂര ജന്തുക്കളും നല്ലതുമുണ്ട്. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഈ സമുദ്രത്തിൽ മുങ്ങിത്താഴാതെ നമുക്കൊരു കച്ചിത്തുഴി എന്തെങ്കിലും രീതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴി കിട്ടിയില്ലെങ്കിൽ അവിടെ പിടിച്ച് നമ്മൾ കേറും. നമ്മൾ 2018 വെള്ളപ്പൊക്കം ചിന്തിച്ചാൽ മതി. അങ്ങനെ കേറുമ്പോ ഈ ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ നമ്മുടെ കാലെ പിടിച്ച് വലിക്കും, ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ വലിക്കുമ്പോ ആ കാല് കൊണ്ട് തട്ടി മാറ്റി വെച്ച് കയറി പോകാൻ നമ്മൾ ശ്രമിക്കണം. കൂടെ ഒരു കൈ കൊടുക്കണം, ആരെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ. നമുക്ക് ഭക്തി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആരെയെങ്കിലും ഒക്കെ ഭക്തിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതാണ് ഭഗവാൻ ഇഷ്ടം. അപ്പൊ ഭക്തി സമർപ്പിതമായിരിക്കണം, ഭഗവാന് സമർപ്പണം ചെയ്ത് ജീവിക്കണം. നമ്മൾ വിചാരിക്കും ഭക്തി സമർപ്പിതമാ എന്നും പറഞ്ഞ് നമ്മൾ രഹസ്യമായിട്ട് സമർപ്പിച്ചു അല്ല, ഇന്ന് പ്രസാദമാണോ കഴിച്ചത്, പ്രസാദമാണ് കഴിച്ചതെന്ന് പറയും. പക്ഷെ പ്രസാദമാകണം കഴിച്ചത്. എന്താന്നാ കാര്യം എന്നറിയോ? അവിടെ നമുക്ക് ഇതിനൊക്കെ ഒരു പുറമോട്ട് വരുന്ന എന്താണെന്നറിയോ? ഇതൊന്നും കാണാൻ ആളുണ്ട് ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് സംശയം. നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, ഓരോ ചിന്തയും, ഓരോ നിമിഷത്തെ ചിന്തയും ഭഗവാൻ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭയം നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിഷ്കളങ്കമായി തന്നെ ഭക്തി ചെയ്യും. അങ്ങനെ സമർപ്പണമായ ഒരു ഭക്തിയാണ് നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ ഭഗവത്ഗീത അധ്യായം 12 ഭഗവാൻ പറയുന്നൊരു ശ്ലോകമുണ്ട്. മയ്യാവേശ്യ മനോയേമാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേദാസ്തേ മേ യുക്തതമാമത എന്ന് പറഞ്ഞാല് പരമദിവ്യോത്തമ പുരുഷൻ പറയുന്നു, എന്റെ വ്യക്തി രൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവനാണ് ഏറ്റവും പരിപൂർണത ഉള്ളവരെന്ന് ഞാൻ കരുതുന്നു. അതായത് എന്നെ എപ്പോഴും ആരാധിക്കുന്നവൻ. അപ്പൊ അവിടെ രാവിലെ 4 മാല ജപിക്കാം, പിന്നെ ഭഗവാനെ കുറിച്ച് ഓർക്കുന്നില്ല, ബാക്കിയെല്ലാം നമുക്ക് മെറ്റീരിയൽ ലൈഫ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് അതെല്ലാം ചെയ്യണം. പക്ഷെ ഗോപികമാര്, അതായത് നമ്മൾ ഇപ്പൊ കഴിഞ്ഞു നമ്മുടെ കാർത്തിക മാസത്തിൽ എന്തായിരുന്നു? ഭഗവാന്റെ ലീലയെ വർണ്ണിക്കുമ്പോ എന്തായിരുന്നു? യശോദാമ്മ ഓരോ എഴുന്നേറ്റ് വരുമ്പോ തൊട്ടേ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടാ വരുന്നേ. പക്ഷെ കൂടെ കിടക്കുന്നത് ഭഗവാനാണെന്നറിയില്ല. കൂടെ കിടക്കുന്നത് ഭഗവാനാണെന്ന് അറിയാതെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അമ്മ എഴുന്നേറ്റ് വന്ന് പിന്നെ എന്താ പറയണ്ടേ, തൈര് കടയാനായിട്ടൊക്കെ ഇരിക്കുമ്പോഴും തൈര് കടയുന്ന സമയത്ത് നിങ്ങൾ കീർത്തനം പാടി കാണും. തൈര് കടയുന്ന സമയത്ത് ആ സമയത്തും ഭഗവാനെ തന്നെയാ വിളിക്കുന്നത്. ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തയുടെ അടുക്കൽ ഭഗവാൻ കിടന്നുറങ്ങുമോ? ഇല്ല. അവിടുന്ന് പതുക്കെ ഭഗവാൻ എഴുന്നേറ്റ് വരും. ഭഗവാൻ എഴുന്നേറ്റ് വരുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചേ. എഴുന്നേറ്റ് വന്ന അമ്മയുടെ മടിയിൽ കിടന്ന് ഭഗവാൻ ഭക്തയുടെ ഭക്തിയുമായിട്ട് എന്താ പറയണ്ടേ, ആസ്വദിക്കുകയാണ്. ആ സമയത്താ പാല് തിളച്ചുകൊണ്ടിരുന്നപ്പോ പാലെന്ത് പറഞ്ഞു? എന്നെ പാല് വെച്ച് എന്തിനാ? കുഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോ കുടിക്കാനാ. പാല് വെച്ച് ഭയങ്കര സന്തോഷത്തില് എന്നെ ഇപ്പം ഭഗവാന് ഞാൻ ആഹാരമാകും എന്നുള്ള ആഗ്രഹത്തിൽ പാലിങ്ങനെ തുള്ളി തിളച്ചു വരുമ്പോ തിളച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തു? അമ്മയുടെ പാല് നുകർന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ രോഷം കൊണ്ട് പാല് തിളച്ചു തൂകി, ഇനി ഞാൻ എന്നെ ഹോമിച്ചു എന്ന് പറയാം. ഇനി ഭഗവാൻ അത് കുടിക്കുന്നില്ലല്ലോ. അപ്പം ഭഗവാനാണെന്ന് അറിയാതാണെങ്കിലും ഓരോ നിമിഷവും ഭഗവാനെ മാത്രം വിളിച്ചുകൊണ്ടാണ് യശോദാമ്മ ഗോപികമാരായത്. രാവിലെ എഴുന്നേക്കുന്നത് എങ്ങനെയാ? ഉദ്ധവര് പിന്നെ ഭഗവാന്റെ സന്ദേശവുമായിട്ട് പോകും. പോകുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നോക്കുമ്പോ ഗോപികമാരെല്ലാം എഴുന്നേറ്റ് ദീപം കൊളുത്തി ഭഗവാന്റെ നാമം ജപിക്കുകയാണ്. അവരുടെ ജോലി സമയത്ത് നാമം ജപിക്കും. നമ്മൾ ജോലി സമയത്ത് സിനിമ കഥ ഓർക്കുക, അല്ലെങ്കിൽ അയൽവക്കത്തെക്കാരുടെ എന്തെങ്കിലും കാര്യം ഓർക്കായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഓരോ നിമിഷവും ഭഗവാനെ സമർപ്പിതരായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്, എന്റെ വ്യക്തി രൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച്
അപ്പോ ഭഗവാൻ വ്യക്തി രൂപത്തിലുണ്ടെന്നുള്ളത് കറക്റ്റ് അല്ലേ? ഭഗവത്ഗീത ശരിക്കും പഠിക്കുമ്പോൾ നമുക്ക് ഭഗവാനെ കുറിച്ച് ശരിക്കും മനസ്സിലാകും. അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ അതാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. നമുക്ക് സംശയമേ ഉള്ളൂ. വിശ്വാസം ദൃഢമായ ഒരു വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറയുന്നത് സംശയത്തിൽ പെടും. അതായത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഇത്. ദൃഢമായ വിശ്വാസം വേണം, ഉറപ്പ് വേണം. ആ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വ്യതിചലിക്കുന്നത്. അതിനാ നമ്മൾ വഴിപാടുകൾ നടത്തി പിന്നെ ഭഗവാൻ ഇന്നത് കൊടുത്താ ഇന്നത് സാധിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ കൊണ്ട് ഗുരുവായൂർ പോകുന്ന എന്തിനാ? നമ്മുടെ മക്കളുടെയും ഭർത്താവിന്റെയും ദുഃഖങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അവർക്ക് അത് ശരിയാക്കി കൊടുക്കണം, ഇത് ശരിയാക്കി കൊടുക്കണം എന്ന് പറയാനാ പോകുന്നത്. പക്ഷെ ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണ്? വ്യക്തി രൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവനാണ് ഏറ്റവും പരിപൂർണതയുള്ളത് എന്ന്. നമ്മൾ കണ്ണാടി നോക്കിയിട്ട് നോക്കണം. നമ്മൾ മുഖം നോക്കിയല്ല, നമ്മൾ കറക്റ്റ് ആണോ, നമ്മൾ ശരിക്കും ഇതാണോ ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ഞാൻ പണ്ട് മുതൽ ചെയ്യുന്ന ഒരു മെത്തേഡ്. നമ്മളൊരു നോട്ട് ബുക്ക് എടുക്കും. അതിലെ പിന്നെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാവോ? ആ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. എന്നിട്ട് ആ നെഗറ്റീവ് നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്തു, ആദ്യമേ നെഗറ്റീവ് എടുക്കും. നമ്മൾ ചിന്തിച്ചത് പോലും നിങ്ങൾ ആരും കാണിക്കണ്ട, നിങ്ങൾ ചിന്തിച്ചത് പോലും എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് പോസിറ്റീവ് നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്തു അതിനെക്കുറിച്ച് എഴുതി വെക്കുക. ഇന്ന് എത്ര പ്രാവശ്യം ഭഗവാനെ കുറിച്ച് ഓർത്തു, ഭഗവാന്റെ കഥകൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു. നമുക്ക് ചുമ്മാതെ വീട്ടിൽ ഇരിക്കുന്ന ഭർത്താവിനോടായാലും കാര്യങ്ങൾ പറയാം. അങ്ങനെ നമുക്ക് അതും നമ്മൾ വേറൊരാളോട് പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ. അപ്പം ഭഗവാന് പറഞ്ഞു കൊടുത്തു എന്നുള്ളതെല്ലാം നമുക്ക് എഴുതി വെക്കും. എന്നിട്ട് ഈ വൈകിട്ട് കിടക്കുമ്പോൾ ഈ നെഗറ്റീവ് എല്ലാം ഒന്ന് മനസ്സിലോർത്ത് ഭഗവാനോട് ക്ഷമ പറഞ്ഞു കിടക്കാം. പിറ്റേന്ന് ആ നെഗറ്റീവ് കുറയ്ക്കണം. അല്ലാതെ വീണ്ടും ചെയ്തിട്ട് പിറ്റേന്നും ക്ഷമ പറയാമെന്ന് വിചാരിക്കരുത്. പകരം എന്ത് ചെയ്യണം? ആ നെഗറ്റീവിനെ കുറച്ച് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് തന്നെ തോന്നും നമ്മുടെ ആ ഒരു വ്യക്തിത്വം നമുക്ക് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഞാൻ ഹരേ കൃഷ്ണനെ വരുന്നതിന് മുമ്പ് ചെയ്യുന്നൊരു മെത്തേഡായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നൊരു മെത്തേഡ്. മറ്റുള്ളവർക്ക് പറഞ്ഞും കൊടുക്കുമായിരുന്നു, അങ്ങനെ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഒരുപാട് നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുകയും പിന്നീട് ഭഗവാനെ മനസ്സിലാക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ അധ്യായം 12 3, 4 ശ്ലോകത്തിൽ പറയുന്നു, ത്വശരം അനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്ര ഗമിച്ചിന്ത്യം ച കൂടസ്ഥമചലം ധ്രുവം സന്നിയമ്യേന്ദ്രിയ ഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രഥാഃ. എന്നാൽ ഇന്ദ്രിയങ്ങളെയെല്ലാം നമ്മൾ എത്ര ഭക്തി ചെയ്താലും നമുക്ക് പ്രശ്നം വരുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ ഒരു വലിയ വിഷയമാണ്. പക്ഷെ ആ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതിനാണ് നമ്മൾ ഈ രജോ ഗുണത്തിലുള്ളതും തമോ ഗുണത്തിലുള്ളതും എല്ലാം ഒഴിവാക്കി സത്വഗുണത്തിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. എന്തിനാണ് ഈ ഗാർലിക്കും ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നേ? രജോ ഗുണം ഉണ്ടാകാതിരിക്കുക. പിന്നെന്താണ്? മത്സ്യമാംസാദികളെല്ലാം തമോ ഗുണത്തിൽപ്പെട്ടതാണ്. അതെല്ലാം നമ്മൾ ഒഴിവാക്കിയുമ്പോൾ നമ്മളിലെ ചിന്താഗതി, നമ്മുടെ ഭക്ഷണം നമ്മുടെ ചിന്താഗതിയെ ബാധിക്കും. ആ ചിന്താഗതിയിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കുകയും അവിടെ സർവജീവികളിലെയും നന്മയിൽ തൽപരരായിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതും അവ്യക്തവും സർവവ്യാപ്തവും അചിന്ത്യവും സ്ഥിരവും മാറ്റമില്ലാത്തതും ഉറച്ചതുമായതിനെ നിരപേക്ഷ തത്വത്തിന്റെ വ്യക്തിശൂന്യ സങ്കല്പത്തെ പൂർണ്ണമായും ഉപാസിക്കുന്നവരും ഒടുവിൽ എന്നെ തന്നെ പ്രാപിക്കും. നമ്മുടെ എല്ലാം ലക്ഷ്യം എന്തിനാ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നേ? ഒടുവിൽ ഭഗവാന്റെ അടുക്കൽ ചെല്ലണം. അതാണ് നമ്മുടെ അത്യാവശ്യം, അല്ലെ? നമ്മൾ എന്തിനെ കുറിച്ച് എപ്പോഴും പുലമ്പിക്കൊണ്ടിരിക്കുവോ അതായിരിക്കും നമ്മൾ അവസാനം ചിന്തിക്കുന്നത്. മറ്റൊരാളുടെ കുറ്റമാണ് നമ്മൾ എപ്പോഴും. ഇപ്പം ഒരാളെ നമുക്ക് കുറ്റം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആ വ്യക്തിയെ മനസ്സുകൊണ്ട് ഇഷ്ടമല്ല ഉണ്ടാവും. ആ വ്യക്തിയിലെ നെഗറ്റീവ് കൂടുതൽ നമ്മൾ എടുക്കും. പക്ഷെ പോസിറ്റീവ് ഉണ്ട്, നമ്മളെ പോസിറ്റീവിനെ ഒരിക്കലും എടുക്കില്ല. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തിയും അതൊരു ജീവി ആയിക്കോട്ടെ, അതും എന്താണ്? ഭഗവാന്റെ അംശമാണ്. നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ നമ്മൾ എന്ത് ചെയ്യണം?
അവരുടെ നെഗറ്റിവിറ്റിയെ നമ്മൾ കുറയ്ക്കാൻ അവർക്ക് ഉപദേശിച്ചു കൊടുക്കും. നമ്മള് പിന്നെ മറ്റൊരാളുടെ നെഗറ്റീവ് അല്ലെ, നമ്മളെ ഇന്ന് മുതല് അല്ലെ ഓരോ ഗീതാ ജയന്തിയിലും നമ്മൾ ഓരോ പ്രതിജ്ഞ എടുക്കണം. അല്ലെ ഈ കാർത്തിക മാസം നമുക്ക് ഓരോ പ്രതിജ്ഞ എടുക്കാം. ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെയായിരിക്കും. ഓരോ വർഷവും നമുക്കത് ചെയ്യാം. അപ്പൊ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. അതിന് ഇന്ദ്രിയങ്ങളെ നമുക്ക് അടക്കാൻ കഴിയണമെങ്കിൽ അതിന് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ജപം ശരിക്കും കൊണ്ടുപോവുക. അത് എപ്പോഴും രാവിലെ സൂര്യന് നമ്മൾ എഴുന്നേറ്റ് വന്ന് കുളി കഴിഞ്ഞിട്ട് രാവിലെ ജപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കൺട്രോളിലെത്തും. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അങ്ങനെ ജപിക്കുമ്പോ കൃഷ്ണ കൃഷ്ണ എന്നുള്ളത് നമ്മൾ ഉറക്കെ തന്നെ ജപിക്കണം. ഈ ഹരേ കൃഷ്ണ അല്ലാതെ നമ്മൾ പതുക്കെ ജപിക്കരുത്. അങ്ങനെ ഉറക്കെ തന്നെ ജപിക്കുമ്പോ ഈ നമുക്ക് ജപത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു വിദ്യയാണ് ഞാൻ പറയുന്നത്. എന്തെന്നറിയോ, നമ്മൾ ഉറക്കെ ജപിക്കുമ്പോ, ഒത്തിരി ഉറക്കെയല്ല, നമുക്ക് കേൾക്കത്തക്ക രീതിയിൽ ജപിക്കുമ്പോ ഈ കൃഷ്ണ കൃഷ്ണ എന്നുള്ളത് നമ്മൾ കേൾക്കുക. കേട്ടോണ്ടാണ് നമ്മൾ ജപിക്കുന്നത്. നമ്മൾ ജപിക്കുന്നത് നമ്മൾ തന്നെ കേൾക്കും. അന്നേരം എന്ത് ചെയ്യും, അതിൽ നമ്മള് ഇൻവോൾവ് ആകും. മനസ്സ് പോകില്ല, അത് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക്. അതൊരു സിമ്പിൾ മെത്തേഡാ. നമുക്ക് നോക്കുക. അത് ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് നാളെ തൊട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. നിങ്ങൾ എല്ലാവരും നല്ല ഭക്തരാ, എങ്കിലും ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ആയിരിക്കും. അത് എനിക്കൊരു മാതാജി പറഞ്ഞു തന്ന കറക്റ്റ് ഞാൻ അങ്ങനെ ചെയ്തപ്പോ അത് ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായി. അപ്പം നമ്മൾക്കത് കേട്ടുകൊണ്ട് ശ്രവണം, നമുക്ക് ആദ്യത്തെ ഭക്തി സാധനങ്ങളിൽ പെടുന്ന ആദ്യത്തെ ഇത് ശ്രവണമാണ്. അപ്പൊ നമ്മൾ പതുക്കെ ചൊല്ലുവാണെ നമുക്കതിനുള്ള അത്ര അങ്ങോട്ട് ഇൻവോൾവ് ആവില്ല. പക്ഷെ ഉറക്കെ ചൊല്ലുമ്പോൾ അത് നമുക്ക് കേട്ടുകൊണ്ട് തന്നെ ഭഗവാന്റെ നാമം കൃഷ്ണ 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 എന്നിങ്ങനെ കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ജപിക്കാൻ സാധിക്കും. അപ്പം ഇനി എന്താ പറയണ്ടേ, നിങ്ങൾ എല്ലാവരും നല്ല ഭക്തരാണ്. എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് നിങ്ങളോട് പറയാന്. ഭക്തിയിൽ ഉയരുക. ഭക്തിയിൽ ഉയരുന്നതിനോടൊപ്പം തന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമുക്ക് ഞാനെന്ന ഭാവം ഉണ്ടാകാതിരിക്കുക. അതിന് നിരന്തരം ഭഗവാനെ സ്മരിക്കുക. 2-ാം അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകം ഡെയിലി വായിക്കുക. ഡെയിലി ഭഗവാനോട് പറയുക. അത് പിന്നെ ഭഗവത്ഗീതയിൽ 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകം, കാർപ്പണ്യ ദോഷോ ഭഗത സ്വഭാവ പൃച്ഛാമിത്വം ധർമ്മ സമ്മൂഢ ചേതസ യശ്രേയം സ്വാതി നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സ്വാതിമാം ത്വാം പ്രപന്ന എന്ന് പറഞ്ഞാൽ എന്താ, അർജുനൻ ഭഗവാനോട് പറയുന്നതാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, എന്നെ അങ്ങയുടെ ശിഷ്യനാക്കൂ, ഞാൻ അങ്ങേ സമർപ്പിക്കുകയാണ്. ആ ഒരു ശ്ലോകം ഇന്നും നമ്മൾ രാവിലെ ജപിക്കണം. ഭഗവാന്റെ അടുക്ക് പറയണം, നമ്മളെ എന്നെ ശിഷ്യനായി സ്വീകരിക്കൂ എന്നാണ് പറയുന്നത്. നമ്മളെ ഭഗവാന്റെ പാർത്ഥസാരഥിയുടെ ഒരു ഫോട്ടോ കാണാറില്ലേ? ഭഗവാൻ ഇങ്ങനെ തേര് തെളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ മിക്ക വീടുകളിലും നമുക്ക് കാണാം. അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാല്, ഭഗവാൻ വെള്ളക്കുതിര എന്ന് പറയുന്നത് നമ്മുടെ കർമ്മമാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയാണ്. ഭഗവാന്റെ കയ്യിലാണ് അർജുനൻ അതിന്റെ കടിഞ്ഞാണ് കൊടുത്തത്. അത് കൊടുത്തു കഴിഞ്ഞപ്പോ നമുക്കിപ്പം ആ കടിഞ്ഞാണ് ഭഗവാന്റെ കയ്യിൽ കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ കുതിര ഏതെങ്കിലും വഴി പോകും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നിട്ട് അതിന്റെ ഫലമെല്ലാം ആരനുഭവിക്കണം? അവിടെ ഇരിക്കുന്ന അർജുനൻ. അർജുനൻ എന്ന് പറയുന്നത് നമ്മളെ പോലെ ജീവാത്മാവ്, നമ്മൾ അനുഭവിക്കണം അതിന്റെ ഫലം. അപ്പം നമ്മള് അർജുനൻ ചെയ്തതുപോലെ ആ കടിഞ്ഞാൺ ആരുടെ കൈ കൊടുക്കണം? ഭഗവാന്റെ കൈ കൊടുക്കണം. ഭഗവാന്റെ കൈ കൊടുത്തു കഴിയുമ്പോ നമുക്ക് എന്ത് സംഭവിക്കും? ഭഗവാൻ അതിനെ നിയന്ത്രിച്ചോളും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന് സമർപ്പിതമായി ജീവിക്കണം എന്നും ആ ശ്ലോകം ചൊല്ലും. അപ്പൊ നമ്മള് ഇനി മുതല് ആ പാർത്ഥസാരഥിയുടെ വിഗ്രഹം കാണുമ്പോ, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ കാണുമ്പോ നിങ്ങൾ ചിന്തിച്ചോണം, ഇത് എനിക്കുള്ളൊരു സന്ദേശമാണ്. അത് വെറുതെ ഒരു ഫോട്ടോയൊന്നും അല്ല. നമ്മളുടെ കർമ്മങ്ങളെ കടിഞ്ഞാണിട്ട് ഏത് വഴി പോകണമെന്നുള്ളത് ഭഗവാൻ കാണിച്ചു തരും. എല്ലാവരെയും
അങ്ങനെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് നിർത്തുകയാണ്. ഹരേ കൃഷ്ണ.